എല്ലാവർക്കും സ്പോർട്സ് പൾസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ IPL മാച്ച് അങ്ങനെ മഴ കാരണം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഹൈദരാബാദിൽ വെച്ചായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മാച്ച് നടന്നത്. പക്ഷേ ഒരു ബോൾ പോലും എറിയാതെ അങ്ങനെ കളി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഗൈസ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇപ്പോൾ 13 കളികളിൽ നിന്ന് 15 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ്. ഇനി അവർക്കൊരു കളിയും കൂടെ ബാക്കിയുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് പഞ്ചാബ് കിങ്സുമായിട്ടാണ് അവസാനത്തെ കളിയുള്ളത്. നാളെയാണ് ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് എഡ്ജ് ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ടെന്നേ ഉള്ളൂ. കാരണം 14 പോയിൻ്റാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്, റോയൽ ചാലഞ്ചേഴ്സിന് 13 കളി 12 പോയിന്റ്. പക്ഷേ റൺ റേറ്റ് നോക്കുവാണെങ്കിൽ +0.3ഉം 0.5ഉം ആണ്. റോയൽ ചാലഞ്ചേഴ്സിന് കളി ജയിച്ചാൽ മാത്രം പോരാ, നല്ല റൺ റേറ്റിൽ ചെന്നൈയെ തോൽപ്പിക്കുകയും വേണം. ചെന്നൈക്ക് കളി തോറ്റാലും നല്ല റൺ റേറ്റിൽ തോക്കാതെ നോക്കണം. അപ്പം ഇവർ തമ്മിലാണ് ആ ക്ലാഷ് എന്ന് നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ വാശിയേറിയ മത്സരമായിരിക്കും നാളെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആരായിരിക്കും അടുത്ത റൗണ്ടിലോട്ട്? ചെന്നൈ ആണോ അതോ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരാണോ? ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള കളിയുടെ ഇടയ്ക്ക് പെട്ടുപോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസും അതുപോലെ തന്നെ ലക്നൗ ജയൻസും അങ്ങനെ പുറത്തായിരിക്കുകയാണ്, എലിമിനേറ്റഡ് ആയിരിക്കുകയാണ്. കാരണം അവർക്ക് ഇപ്പം ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു കളി ബാക്കിയുണ്ടെങ്കിലും റൺ റേറ്റ് -0.7 ആണ്. നല്ല ഇപ്പം ചെന്നൈ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് തോൽക്കുകയും ലക്നൗ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസുമായിട്ട് നല്ല റൺ റേറ്റ് ജയിക്കുകയാണ്. നല്ല റൺ റേറ്റ് ജയിച്ചാൽ മാത്രമേ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ ഒരു ചെറിയൊരു ഹോപ്പാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിക്കറ്റിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും എഴുതി തള്ളാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കണക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള കളിയായിരിക്കും വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ചെന്നൈ സൂപ്പർ കിങ്സ് ആണോ അതോ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണോ അതോ ഈ സാധ്യതകളെല്ലാം അട്ടിമറിച്ച് ലക്നൗ സൂപ്പർ ജയൻസ് ആണോ?